السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ഏറ്റവും ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. 1447 ഹിജറ വർഷം ദുൽഹിജ്ജ മാസത്തിൽ നടക്കുന്ന ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കണം എന്നാഗ്രഹിക്കുകയും അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുകയും ഗുഡ് ഹോപ്പ് എന്റർപ്രൈസസിന്റെ കീഴിൽ ആ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തവരുടെ ഒരു സംഗമത്തിലാണ് നമ്മളിപ്പോ ഒത്തുകൂടിയിരിക്കുന്നത്. പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ആരൊക്കെയാണ് എവിടത്തുകാരൊക്കെയാണ് എന്ന് അറിയില്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മളൊക്കെ ഒന്നായിട്ടുണ്ട്. കാരണം ഒരേ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഒരേ മാർഗത്തിലൂടെ ഒറ്റക്ക് സഞ്ചരിക്കാൻ തീരുമാനിച്ചവരാണ്, ഒന്നിച്ച് സഞ്ചരിക്കാൻ തീരുമാനിച്ചവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന്റെ നെയ്യത്തുകളും പരസ്പരം കണ്ടില്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള അദൃശ്യമായ ഒരു ബന്ധത്തിന്റെ നൂലും നമ്മൾ തമ്മിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഹജ്ജ് കർമ്മം നമ്മൾ ആഗ്രഹിച്ചതുപോലെ പൂർത്തിയാക്കാനും അതുവഴി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒത്തുചേർന്ന് ഒരുമിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതൊരു മുസ്ലിമിന്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരാഗ്രഹമാണ് ജീവിതത്തിൽ ഒരു ഹജ്ജ് നിർവഹിക്കണം, അതിൻ്റെ കൂടെ ഒരു ഉംറയും നിർവഹിക്കണം എന്നുള്ളത്. അതിന് പല രൂപത്തിലുള്ള പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവാം. ഏറ്റവും കാരണം, ഒരു വ്യക്തി ഇസ്ലാമിനെ ആ മതം അവനിൽ പൂർണ്ണമാവണമെങ്കിൽ 5 കാര്യങ്ങൾ അവനിൽ ഉണ്ടായിരിക്കണം എന്നാണ് ആ മതം നമ്മളെ പഠിപ്പിച്ചത്. നമ്മളൊക്കെ നമ്മുടെ മദ്രസയുടെ പ്രാഥമിക ക്ലാസ്സുകളിൽ നിന്ന് ആ 5 കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ 5 കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന പേരിലാണ് നമ്മളൊക്കെ സാധാരണക്കാർ പോലും മനസ്സിലാക്കിയത്. ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ റുക്കനുകളാണത്, എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ തൂണുകളാണത്. ആ തൂണുകളിലാണ് ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. 5 തൂണുകളിലാണ് ആ മതമുള്ളത്. അതിൻ്റെ ഏതെങ്കിലും ഒരു തൂണ് നഷ്ടപ്പെട്ടാൽ, ഇല്ലാതായാൽ, നമ്മുടെ ആ വിശ്വാസവും നമ്മുടെ ദീനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവും, നിലനിർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? ജിബ്രീലിനെ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ സദസ്സിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി
അള്ളാഹു തആല ജിബ്രീലിനെ പറഞ്ഞയച്ചതാണ്. അതിനു വേണ്ടിയാണ് ആ ചോദ്യം. മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതല്ലാത്ത സമയങ്ങളിൽ പ്രവാചകൻ ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, തന്റെ പിതാവ് ഉമർ റളിയല്ലാഹു അൻഹു തനിക്ക് പഠിപ്പിച്ചു തന്നു എന്ന രൂപത്തിൽ ഒരു ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻ അബീഹി ഖാല, തന്റെ പിതാവായ ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് പഠിപ്പിച്ചു തന്നു, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന ഉമറിന്റെ മകൻ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് ഇപ്രകാരമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ബുനിയൽ ഇസ്ലാമു, ബന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്നാണ് അർത്ഥം. ബുനിയൽ ഇസ്ലാം, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അലാ ഖംസിൻ, 5 കാര്യങ്ങളുടെ മേലാണ്, 5 തൂണുകളിലാണ്, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലു. ആ 5 കാര്യത്തേത് അല്ലാഹു അല്ലാതെ ഈ ലോകത്ത് സൃഷ്ടികളുടെ ആരാധനകൾക്ക് നേരവകാശിയായി അർഹനായി മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ പ്രവാചകനുമാണ് എന്ന് കേവലം വിശ്വസിച്ചാൽ പോരാ, ഷഹാദത്ത് അത് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ്. എന്നാൽ ആ റസൂലായ പ്രവാചകനിലൂടെ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്ന രൂപത്തിലാണ് ഞാൻ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളെ പ്രവർത്തിക്കുകയും ആചരിക്കുകയും ചെയ്യുക. ഇത് രണ്ടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതം കൊണ്ട് സാക്ഷിയാവണം. അതാണ് ഒന്നാമത്തെ കാര്യം ഇസ്ലാമിന്റെ. രണ്ടാമത്തേത് ഇഖാം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അതിന്റെ യഥാവിധി രൂപത്തിൽ നിലനിർത്തുക എന്നാണ്. നിർവഹിക്കുക എന്നല്ല, നിസ്കരിക്കുക എന്നല്ല. നിസ്കാരത്തിന് അതിന്റെ യഥാവിധി സമയവും രൂപവും കോലവും നിബന്ധനകളും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് ആ നമസ്കാരത്തെ നിലനിർത്തുക. അതാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ തൂണ്. മൂന്നാമത്തേത് ഒരു മനുഷ്യന്റെ സമ്പത്തിൽ അള്ളാഹു നിശ്ചയിച്ച പരിധി എത്തിയാൽ ആ സമ്പത്തിന്റെ നിശ്ചിതമായ ഒരു ഭാഗം അള്ളാഹു കൽപ്പിച്ച അതിന്റെ അവകാശികൾക്ക് വർഷത്തിലൊരിക്കൽ സ്വത്തിൽ നിന്ന് നമ്മൾ എടുത്തു കൊടുക്കണം. ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് സക്കാത്ത്. സക്കാത്ത് എന്ന വാക്കിന് ശുദ്ധീകരണം എന്നർത്ഥമുണ്ട്, സംസ്കരണം എന്നർത്ഥമുണ്ട്, വർധനവ് എന്നർത്ഥമുണ്ട്. നമ്മുടെ സ്വത്തിനെ സംസ്കരിക്കുന്ന ഒരു പ്രക്രിയ അതൊരു മുസ്ലിം നിർബന്ധമായി ചെയ്യണം. അതവന്റെ ഇസ്ലാമിന്റെ ഒരു തൂണാണ്. നാലാമത്തേത് വഹജ്ജിൽ ബൈത്തി. വഹജ്ജിൽ ബൈത്തി, അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ബൈത്ത് എന്നാൽ വീട് എന്നർത്ഥം. അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഭവനമായ വിശുദ്ധ കഅബയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പ്രയോഗം. അപ്പൊ വഹജ്ജിൽ ബൈത്ത്, അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അടുത്ത് കഅബാലയത്തിന്റെ അടുത്തെത്തി ഹജ്ജ് നിർവഹിക്കണം. അതാണ് അതിൽ 5-1 നാലാമത്തേതായി
പ്രവാചകൻ പഠിപ്പിച്ചത്. അവസാനത്തേതായി വസൗമി റമദാൻ. അള്ളാഹു നിശ്ചയിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായ റമദാനിൽ അള്ളാഹുവിന്റെ നിയമപ്രകാരം വ്രതമനുഷ്ഠിക്കണം. ഈ 4-മത്തെ ഹജ്ജും 5-മത്തെ നോമ്പും ചില ഹദീസുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. 4-മത്തെ കാര്യമായി റമദാനിനെ എണ്ണിയ ഹദീസുകളുണ്ട്. അപ്പോ 5-മത്തെ കാര്യമായിട്ടാണ് ഹജ്ജ് വന്നത്. എന്നാൽ 4-മത്തെ കാര്യമായി ഹജ്ജിനെ എണ്ണിയ ഹദീസുകളുണ്ട്. അപ്പോ 5-മത്തെ കാര്യമായിട്ട് റമദാൻ വരും. എന്തായിരുന്നാലും ഈ 5 തൂണുകളിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഇസ്ലാമികമായി ഒരു നിർബന്ധമായ കാര്യമല്ല, അനുഷ്ഠിക്കേണ്ട കാര്യമല്ല എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അഥവാ അവൻ മുസ്ലിം അല്ലാതായിത്തീരും. ഇതാണ് ഈ കാര്യത്തിൽ ഇസ്ലാമിന്റെ വിധി. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്നാണ് ഹജ്ജ്. ആരാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്? ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഹദീസുകളിലും ആയത്തുകളിലുമൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രയോഗമുണ്ട്, മനിസ്തതാ ഇലൈഹി സബീല. ഈ ഒരു പ്രയോഗം ഹജ്ജിനെ നിർബന്ധിക്കുന്ന ആ വിധിയുടെ കൂടെയൊക്കെ അള്ളാഹു ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു നിയമമാണ്. മനിസ്തതാ ഇലൈഹി സബീല. ആ അള്ളാഹുവിന്റെ ഭവനമായ മക്കയിലെ കഅബയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നവർ, അതാണ് മനിസ്തതാ ഇലൈഹി സബീല. എല്ലാം നിലക്കും. ഈ സബീൽ എന്ന വാക്കിന് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞ അർത്ഥം ശാരീരികമായും സാമ്പത്തികമായും ഭരണകർത്താക്കൾ നിശ്ചയിക്കുന്ന നിയമങ്ങൾക്കനുസൃതമായും ഈ 3 കാര്യങ്ങളും ഒരാൾക്ക് പൂർത്തിയായാൽ അവന് മാത്രമാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. ഒരാൾക്ക് പണമുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ ഗവൺമെന്റുകളുടെ അനുമതി കിട്ടിയില്ല, അതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനല്ല. ഒരാൾക്ക് പണമുണ്ട്, അനുമതിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ ശാരീരികമായി പ്രയാസത്തിലാണ്, അയാൾക്ക് വേറെ ചില വിധികളാണ് ബാധകമാകുന്നത്. അപ്പോ ശരീരം, ആരോഗ്യം, സമ്പത്ത്, ഓരോ 2 ഇന്ത്യ എന്ന ഒരു രാജ്യം, സൗദി അറേബ്യ എന്ന ഒരു രാജ്യം. നമ്മൾ ഇന്ത്യയിലാണ്, ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കേണ്ടത് സൗദി അറേബ്യയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റും സൗദി അറേബ്യൻ ഗവൺമെന്റും നിശ്ചയിക്കുന്ന ആ നിയമങ്ങൾ, അത് അവർ അനുവദിക്കുമ്പോഴേ നമുക്ക് ആ കർമ്മത്തിലേക്ക് എത്താൻ പറ്റൂ. കഴിഞ്ഞ വർഷത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തി അവസാനത്തെ പെട്ടിയും കെട്ടി കാത്തിരിക്കുമ്പോഴാണ് അനുവദിക്കപ്പെട്ട എണ്ണത്തിൽ നിന്ന് 80% സൗദി അറേബ്യൻ ഗവൺമെന്റ് വെട്ടിക്കുറച്ചു എന്ന ഒരു വിവരം. പല കാരണങ്ങളാൽ, അതിന് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൊണ്ട് ആ 80% ആളുകളുടെ ഹജ്ജിന്റെ അനുമതി അവർ തിരിച്ചെടുത്തു എന്ന വാർത്ത നമ്മൾ കേട്ടത്. ഒരുപക്ഷെ അന്ന് ഹജ്ജിന് അവസരം ഒരുക്കി കാത്തിരുന്ന് അത് നിഷേധിക്കപ്പെട്ട ആളുകളിൽ ചിലരൊക്കെ ചിലപ്പോ ഈ ഹജ്ജിന് മുമ്പേ മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം, പലയിടങ്ങളിലും പല കൂട്ടത്തിലുമൊക്കെ. അതൊക്കെ അള്ളാഹുവിന്റെ നിശ്ചയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് ഒരാൾക്ക് സാധ്യമായാൽ, ആരോഗ്യപരമായി സാമ്പത്തികമായി ഒരാൾക്ക് സാധ്യമായാൽ, അയാൾ പിന്നെ ഗവൺമെന്റുകളുടെ അനുമതിക്ക് വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. കിട്ടിയാൽ അയാൾ ഹജ്ജിന് പോകണം, കിട്ടിയില്ലെങ്കിൽ ആ അനുമതി കിട്ടുന്നത് വരെ അവൻ കാത്തിരിക്കണം. കള്ളത്തരത്തിലോ വ്യാജമായ രേഖകൾ ഉണ്ടാക്കിയോ അയാൾ ഹജ്ജിന് പോകേണ്ടതില്ല. കാരണം ആ രൂപത്തിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാവുകയില്ല. സൗദി അറേബ്യയിലൊക്കെ വിവിധ പട്ടണങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ഹജ്ജിന്റെ സമയത്ത് ചില വ്യാജ രേഖകളൊക്കെ ഉണ്ടാക്കി ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കാറുണ്ട്. സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള പണ്ഡിതന്മാരും ഈ ശ്രമങ്ങളെ തീർത്തും നിരാകരിക്കുകയും അത് പാടില്ലാത്ത ഒരു കർമ്മമാണ് എന്ന് ഉമ്മത്തിനെ ഉണർത്തുകയും ചെയ്യാറുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഹിജ്റ വർഷം
1447 ക്രിസ്തുവർഷം 2026 നടക്കുന്ന ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കണമെന്ന ആഗ്രഹത്തോടെ നമ്മൾക്ക് എന്തൊക്കെയാണോ അതിൽ ചെയ്യാനുള്ളത് ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ബാക്കി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊക്കെ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ലോകത്ത് ഓരോ ദിവസവും വളരെ ഗൗരവമുള്ളതും പ്രധാനപ്പെട്ടതുമായ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലും ഗസയും ഖത്തറും അമേരിക്കയും അങ്ങനെ ഓരോ ദിവസവും അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാവണം. പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, തടസ്സങ്ങളില്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ തീർച്ചയായും നമുക്ക് അനുവാദം അള്ളാഹുവിൽ നിന്ന് ലഭിക്കണമെന്ന മനസ്സറിഞ്ഞ ഒരു പ്രാർത്ഥന നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ അലി ഷാക്കിർ മുണ്ടേരി എന്നാണ് എൻ്റെ പേര്. മുണ്ടേരി എന്നത് എൻ്റെ ജന്മനാടാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പോത്തുകല്ല് പഞ്ചായത്തിലാണ് ഈ മുണ്ടേരി എന്ന പ്രദേശം ഉള്ളത്. മുണ്ടേരി എന്ന നാട് അങ്ങനെ പേരിൽ കണ്ണൂരിൽ മുണ്ടേരിയുണ്ട്, വയനാട്ടിൽ മുണ്ടേരിയുണ്ട്, വേറെ എവിടെയൊക്കെയോ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പേരിനോട് ചേർക്കുന്ന മുണ്ടേരി മലപ്പുറം ജില്ലയിലെ ഒരു കൊച്ചു മലയോര ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ നിന്ന് മല കയറി 2 ദിശയിലേക്ക് സഞ്ചരിച്ചാൽ, ഒരു ദിശയിലൂടെ പോയാൽ തമിഴ്നാട്ടിന്റെ ഒരു ഭാഗമായ പന്തല്ലൂരിലെത്താം. മറ്റൊരു ദിശയിലൂടെ സഞ്ചരിച്ചാൽ വയനാടിന്റെ ഭാഗമായ മേപ്പാടിയിലെത്താം. മേപ്പാടി ദുരന്തത്തിൽ മണ്ണിടിഞ്ഞ് പുഴയിലൂടെ കുത്തിയൊലിച്ചു വന്ന വെള്ളത്തിലുണ്ടായിരുന്ന മൃതശരീരങ്ങളിൽ മിക്ക മൃതശരീരങ്ങളും 2-3 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഗ്രാമത്തിന്റെ അതിർത്തിയിലൂടെ ഒഴുകുന്ന ചാലിയാറിൽ നിന്നാണ് ആളുകൾക്ക് കണ്ടെടുക്കാൻ സാധിച്ചത്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയതാണ്. ചുങ്കത്തറയിൽ നജാത്തുൽ അനാം എന്ന ഒരു അറബി കോളേജും ഓർഫനേജും ഒക്കെയുള്ള ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആ സ്ഥാപനത്തിന്റെ ഓഫീസിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയായാൽ, എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പൂർത്തിയായാൽ, വൈകാതെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടുകയും പരസ്പരം കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യണം. കാരണം 10-30 ദിവസം ഒരു കുടുംബം പോലെ എന്നല്ല, ഒരു കുടുംബമായി പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും സഹകരിച്ചും വിട്ടുവീഴ്ച ചെയ്തും പരസ്പരം പ്രാർത്ഥിച്ചും താങ്ങായും തണലായും ജീവിക്കേണ്ടവരാണ് നമ്മൾ. സാധാരണ ഹജ്ജിന് പോകുന്നതിന്റെ ഒരാഴ്ച മുമ്പൊക്കെയാണ് നമ്മളിങ്ങനെ ഒത്തുകൂടാൻ സാധിക്കാറ്. കാരണം ഹജ്ജിന്റെ പ്രക്രിയകളൊക്കെ നടക്കാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. പിന്നെ ഹജ്ജിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവൂ. ഈ വർഷം ഹജ്ജിന്റെ നടപടിക്രമങ്ങളൊക്കെ നേരത്തെ ആരംഭിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്കൊക്കെ പല തവണയായിട്ട് ഒത്തുചേരാനും കാണാനും സംസാരിക്കാനും സംശയങ്ങൾ തീർക്കാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷയോടുകൂടി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. കഴിഞ്ഞ വർഷം നമ്മളുടെ കൂടെ ഹജ്ജിന് ബഹുമാനപ്പെട്ട എം അക്ർ സാഹിബിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യവും അതുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ മുമ്പത്തെ വർഷം സുബൈർ പീഡിയക്കൽ നമ്മളുടെ കൂടെ ഹജ്ജ് കർമ്മത്തിൽ ഉണ്ടായിരുന്നു. ഏറെ പ്രഗത്ഭരായ പണ്ഡിതരായ കാര്യങ്ങൾ അറിയുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പിനോട് കൂടെ വന്ന് ചേരുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് അറിവ് കൊണ്ടും പ്രവർത്തന പരിചയം കൊണ്ടും, അതേപോലെ കേരളത്തിലെ തന്നെ ഹജ്ജ് ഉംറ രംഗത്തെ പാരമ്പര്യമുള്ള, ഒരുപക്ഷെ ഏറ്റവും നല്ല രൂപത്തിൽ അതിന്റെ സർവീസ് നടത്തുന്ന ഗുഡ് ഹോപ്പ് എന്റർപ്രൈസസിന്റെ കൃത്യമായ അവരുടെ പിൻബലവും പിന്തുണവും ഈ ഗ്രൂപ്പിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസത്തിനും സമാധാനത്തിനും എമ്പാടും അവസരങ്ങളുണ്ട്. മാത്രമല്ല, ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് പഞ്ഞമില്ലാത്ത നമ്മുടെ നാട്ടില് പല കോലത്തിലുള്ള ഹജ്ജും പല രൂപത്തിലുള്ള ഹജ്ജും നമ്മൾ കാണാറുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന പോലെ ഖുദൂ അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിച്ച് അതുപോലെ നിങ്ങൾ നിർവഹിക്കണമെന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ
അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഹജ്ജിന്റെ ഒരുക്കങ്ങളും ഹജ്ജിന്റെ കർമ്മങ്ങളുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതേ രൂപത്തിൽ ഈ കർമ്മം നിർവഹിക്കാൻ ശ്രമിക്കുക എന്നതാണ് തീർച്ചയായും നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ഒരു ഹജ്ജ് നിർവഹിക്കുവാൻ സാധിക്കണം എന്ന ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിലൂടെ ഞാൻ ഇന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഇത് നമ്മുടെ ഈ ഓറിയന്റേഷൻ ക്ലാസിന്റെ ഒരു തുടക്കമാണ്. നമുക്ക് പല കാര്യങ്ങൾ പറയാണ്ട് പതുക്കെ പതുക്കെ എല്ലാം കൂടി ഒന്നായിട്ട് വാരി വലിച്ചിട്ട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥ നമുക്ക് വേണ്ട. തീർച്ചയായിട്ടും ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം നമുക്ക് എല്ലാവർക്കും ലഭിക്കും. ആ പുസ്തകത്തിൽ ഹജ്ജിന്റെ കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനസികമായിട്ടൊരു ഇടങ്ങേറ് വേണ്ട. ചിലപ്പോഴൊക്കെ ചില പ്രായമായ ആളുകളൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഭൗതിക വിദ്യാഭ്യാസം നേടിയവരാണ്, പക്ഷെ മതവിദ്യാഭ്യാസം ചെറുപ്പകാലത്ത് വേണ്ടത്ര കിട്ടിയിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. അവരുടെയൊക്കെ മനസ്സിലെ ഒരു വലിയ ബേജാറ്, ഉത്കണ്ഠ എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ നിർവഹിക്കാൻ എനിക്ക് പറ്റുമോ, ആ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയോ, ഇനിയിപ്പോ ഈ വയസ്സിലും പ്രായത്തിലൊക്കെ അത് പഠിക്കാൻ എനിക്ക് പറ്റുമോ, തിരക്കുകൾക്കിടയിൽ എനിക്കതിന് സമയം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ ആകുലപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. എല്ലാവരോടും ഒറ്റവാക്കിൽ എനിക്ക് പറയാനുള്ളത് സമാധാനമായി ഇരിക്കുക എന്നതാണ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത തന്നെ അള്ളാഹു തആല പറഞ്ഞത്, ഒരു മനുഷ്യന് സാധിക്കാത്ത ഒരു കാര്യം അള്ളാഹു ഒരു മനുഷ്യനെ ഏൽപ്പിക്കുക ഇല്ല എന്നാണ്. ഒരാൾക്ക് സാധിക്കാത്ത ഒരു കാര്യം, അയാളുടെ കഴിവ് കൊണ്ട് പറ്റാത്ത ഒരു കാര്യം അള്ളാഹു അയാളെ ഏൽപ്പിക്കുകയില്ല. അപ്പൊ അള്ളാഹു ഹജ്ജ് എന്ന ഒരു കർമ്മം നമ്മുടെ മേൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ അറിയോ? അത് നിർവഹിക്കാൻ നമുക്ക് പറ്റും എന്ന് തന്നെയാണ്. നമുക്ക് പറ്റും. ആ ബേജാറ് നമ്മൾ മാറ്റിവെക്കുക. പിന്നെ ഒരുപാട് സങ്കീർണമായ കർമ്മങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ച അതിസങ്കീർണമായ ഒരു കർമ്മമല്ല ഹജ്ജ്. നിങ്ങൾ എന്നോട് ചോദിക്കാന്ന് വിചാരിച്ച ഒരു ഉദാഹരണം, ഉസ്താദെ എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല, എന്നെ നിസ്കാരം ഒന്ന് പഠിപ്പിക്കുവോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, മിനിമം ഒരു വ്യക്തിക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ സമയം വരെ എടുത്തേക്കും. നിസ്കാരത്തിന്റെ ഓരോ കർമ്മങ്ങള്, ഓരോ അവയവങ്ങള് എവിടെ വെക്കണം, എങ്ങനെ വെക്കണം, അതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു വരുമ്പോ അത്രയും സമയം എടുത്തേക്കും. പക്ഷേ ഒരു ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നൊരാൾ ചോദിച്ചാൽ അത് പറയാൻ ഒരു പക്ഷേ ഒരു മിനിറ്റിൽ താഴെ സമയം വേണ്ടി വരും. അത്ര ലഘുവാണത്. ഒന്ന്, മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം. പിന്നെ മക്കയിലെത്തി കഅബയെ തവാഫ് ചെയ്യണം. പിന്നെ ദുൽഹജ്ജ് 8-ന് മിനയിലേക്ക് പുറപ്പെടണം. പിന്നെ ദുൽഹജ്ജ് 9-ന് അർഫയിലേക്ക് പോകണം. അന്ന് രാത്രി മുസ്ദലിഫയിലേക്ക് മടങ്ങണം. പിറ്റേന്ന് രാവിലെ മിനയിലേക്ക് തിരിച്ചെത്തണം. അന്ന് ജംറകളിൽ കല്ലെറിയണം. മക്കയിലെത്തി തവാഫും സഅയും നിർവഹിക്കണം. പിന്നെ അന്ന് ബലിയറുക്കണം. പിന്നെ ദുൽഹജ്ജ് 10-ലും 11-ലും 12-ലും മിനായിൽ തങ്ങി 3 ജംറകളിൽ അതിന്റെ സമയത്ത് കല്ലെറിയണം. കഴിഞ്ഞു. ഹജ്ജിന്റെ കർമ്മങ്ങൾ അവസാനിച്ചു. പിന്നെ മക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ വിശുദ്ധ കഅബയോട് വിട ചോദിക്കുന്ന ഒരു വിദാഇന്റെ തവാഫ് കൂടിയായാൽ ആ കർമ്മങ്ങൾ പൂർണ്ണമായി. ഇതാണ് ഹജ്ജിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന കർമ്മങ്ങൾ. വിശദീകരണങ്ങൾ പിന്നെ ആവാം. ഇനി ഹജ്ജിന് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്? കുറെ പ്രാർത്ഥനകൾ ഉണ്ടോ? ചിലപ്പോഴൊക്കെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്ന പേരിൽ, മനാസിക്കുകൾ എന്ന പേരിൽ വലിയ കട്ടിയുള്ള പുസ്തകങ്ങൾ ചിലരൊക്കെ വിതരണം ചെയ്യാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാ. ഈ പുസ്തകം വായിച്ച് എനിക്കെങ്ങനെ ഹജ്ജ് നിർവഹിക്കാൻ പറ്റുമോ? സത്യത്തിൽ ഹജ്ജിന്റെ വേളയിൽ
പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകളൊന്നുമില്ല. തവാഫിന്റെ സമയത്ത് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സഫാ മർവയിലേക്കൊക്കെ പോകുമ്പോഴുള്ള ഒരു ആയത്തും 1-2 ദിക്റുകളും, അങ്ങനെ വളരെ ചുരുങ്ങിയ ചില പ്രാർത്ഥനകളാണ് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രത്യേകമായ വചനങ്ങളായി പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ചുരുക്കത്തിൽ ഹജ്ജിനെ കുറിച്ച് പഠിക്കുക എന്നത് വളരെ ലളിതമായതും വളരെ എളുപ്പമുള്ളതും വളരെ ആകർഷണീയവുമായ ഒരു സംഗതിയാണ്. മടുപ്പില്ലാതെ ഇൻഷാ അല്ലാഹ് നമുക്കത് കൃത്യമായിട്ടും വളരെ നന്നായിട്ടും പഠിക്കണം. കാരണം നമ്മൾ പോകുന്നത് ഒരു ഗ്രൂപ്പിലാണ്. നിങ്ങളുടെ കൂടെ ആവശ്യമായ അമീറന്മാരും പറഞ്ഞു തരാനുള്ള ആളുകളും ഒക്കെ ഉണ്ടാവും. ആ രൂപത്തിലാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ സജ്ജീകരണം. പക്ഷേ 10-20 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിന്റെ വലയത്തിൽ നിന്ന് നമ്മൾ പുറത്തായേക്കാം. പിന്നെ ഗ്രൂപ്പിനെ കണ്ടില്ല എന്ന് വിചാരിച്ച് ഹജ്ജ് നിർവഹിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഒറ്റക്ക് ധൈര്യത്തോടു കൂടി ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാനുള്ള അറിവും വിവരവും നമ്മൾ നേടിയാൽ ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് ഹജ്ജ് പൂർത്തിയാക്കാം. ചിലപ്പോഴൊക്കെ ഹജ്ജ് കഴിഞ്ഞുവെന്ന് ചില ആൾക്കാർ പറയേ, ഞാൻ കൂട്ടം തെറ്റിയത് കൊണ്ട് ആകെ ബേജാറായി, ഞാൻ ഒറ്റക്കായിരുന്നു, എനിക്കാണെങ്കിൽ ഹജ്ജിന്റെ ഒരു കാര്യം അറിയില്ലായിരുന്നു, അതുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, എന്താകുമാവോ എന്നൊക്കെ സങ്കടപ്പെടുന്ന ചില ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അതില്ലാതിരിക്കാൻ നമ്മൾ ഒറ്റക്കായാലും ഒറ്റക്ക് ഹജ്ജ് നിർവഹിക്കാനും ഉംറ നിർവഹിക്കാനും നമ്മൾ പഠിച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളത് പഠിക്കും. അതിന്റെ അർത്ഥം ഒറ്റപ്പെടുമെന്നല്ല. പക്ഷേ 10-20 ലക്ഷം ആളുകൾക്കിടയിൽ അങ്ങനെയുള്ള സാധ്യതകൾ കുറച്ചാണെങ്കിലും ആദേശിക്കുമല്ലോ. നമ്മൾ ഒരു സംഘമായി നമ്മുടെ കൂടെ ആവശ്യത്തിന് മാത്രം നമ്മളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവും. ഹോപ്പിന്റെയും അവർ നിയോഗിക്കുന്ന ആളുകളും ഉണ്ടാവും. മതപരമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൃത്യമായ അമീറന്മാരുണ്ടാവും. പലപ്പോഴും പല ഗ്രൂപ്പുകൾക്കും ഇതൊന്നും കിട്ടാറില്ല. ഗവൺമെന്റ് തലത്തിലൊക്കെ പോകുമ്പോൾ സാമ്പത്തികമായി കുറവുണ്ടാകുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരാറുണ്ട്. അൽഹംദുലില്ലാഹ് വീഴ്ചകളില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹജ്ജ് നിർബന്ധമാകുന്നത് എവിടെയാണ്? അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ച ഒരായത്ത് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആല ഇംറാനിലെ 97-ാമത്തെ ആയത്ത്. ആ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ആ ആയത്തിന്റെ ഒരു ഭാഗമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്ക മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അള്ളാഹുവിന്റെ ആരാധിക്കുവാൻ വേണ്ടി ലോകത്ത് ഒന്നാമതായി നിർമ്മിക്കപ്പെട്ട ഭവനം അത് മക്കയിലാണ്. അത് വിശ്വാസികൾക്ക് മാർഗദർശനമാണ്, അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു തആല പറയുന്ന ഒരു വാക്കുണ്ട്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മനിസ്തതാ ഇലൈഹി സബീല. ഹജ്ജ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള അള്ളാഹുവിന്റെ വിധിയാണത്. വലില്ലാഹി അലന്നാസ്. അപ്പോൾ ജനങ്ങളുടെ മേൽ അള്ളാഹുവിനോടുള്ള അവരുടെ കടമയാണ്, ബാധ്യതയാണ് ഹജ്ജുൽ ബൈത്ത്. ആ വിശുദ്ധ ഭവനത്തിന്റെ അടുത്തെത്തി ഹജ്ജ് നിർവഹിക്കുക എന്നത് അത് അള്ളാഹുവിനോടുള്ള അടിമകളുടെ ഒരു ബാധ്യതയാണ്, കടമയാണ്, നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ആ അടിമകളിൽ എല്ലാവർക്കും അത് നിർബന്ധമാകുമോ? ഇല്ല. മനിസ്തതാഅ ഇലൈഹി സബീല. നേരത്തെ പറഞ്ഞ പോലെ ശാരീരികമായും സാമ്പത്തികമായും ഭരണാധികാരികളുടെ അനുമതിയാലും അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ബാധ്യതയാകുന്നു അത്. ഇനി അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് ഒരാൾ ആ ബാധ്യത നിർവഹിക്കാതിരുന്നാലോ? അതിനെപ്പറ്റി അള്ളാഹു പറഞ്ഞ ആ ശൈലി ഒന്ന് കേട്ടു നോക്കൂ. വമൻ കഫറ, വമൻ കഫറ. അള്ളാഹുവിന്റെ ഈ വിധിയെ
ആരെങ്കിലും നിഷേധിക്കുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്താൽ ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, മനുഷ്യരുടെ ഒരു തരത്തിലുള്ള സഹായവും ഒരു തരത്തിലും ആവശ്യമില്ലാത്തവനാണ് അല്ലാഹു. അത് നിങ്ങൾ മറക്കണ്ട. അതായത് നമ്മൾ ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും കുറവോ കുഴപ്പമോ പ്രശ്നങ്ങളോ യാതൊന്നുമില്ല. അള്ളാഹു വനിയാണ്, സമ്പന്നനാണ്. ഒരടിമയുടെ ഒരു നിലക്കുള്ള ഒരു ഔദാര്യവും അള്ളാഹ്ക്ക് വേണ്ട. ഇത് ഒരടിമ നിർവഹിക്കുന്നത് ആ അടിമക്ക് വേണ്ടിയാണ്. അവൻ അവനത് ചെയ്തില്ലെങ്കിലേ അള്ളാഹ്ക്ക് യാതൊരു കുഴപ്പമില്ല, അള്ളാഹ്ക്ക് യാതൊരു കുറവ് വരില്ല. അതിന്റെ ഫലം അള്ളാഹു അവന് തീർത്തു കൊടുക്കും എന്ന് തന്നെയാണ് ഒരു മുന്നറിയിപ്പിന്റെ രൂപത്തിൽ ഈ ആയത്തിലൂടെ അള്ളാഹു ഹജ്ജിനെ കുറിച്ച് പരാമർശിച്ചത്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മുതലേ, ഇപ്പോഴില്ലട്ടോ, പണ്ട് കാലത്തൊക്കെ കാണപ്പെട്ടിരുന്ന ഒരു സമ്പ്രദായം, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ ബാധ്യതകളും കഴിഞ്ഞ് മക്കളെ കെട്ടിച്ച് പേരമക്കളെ വരെ കെട്ടിച്ച് അവർക്ക് വീടുണ്ടാക്കി കൊടുത്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്നിനും പറ്റാത്ത വിധം വാർദ്ധക്യത്തിന്റെ അവശതയിൽ എത്തിച്ചേരുന്ന വലിയ പണക്കാരായ ആളുകൾ അവരുടെ പേരിന്റെ കൂടെ ഒരു ഒരു എന്താ പറയാ ഒരു ബഹുമാനത്തിന് വേണ്ടി ഹജ്ജ് എന്ന ഒരു നാമം കൂട്ടിച്ചേർക്കാൻ വേണ്ടി അവർ നിർവഹിക്കുന്ന ഒരു കർമ്മമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഹജ്ജൊക്കെ അറിയപ്പെട്ടിരുന്നത്. അതിന്റെ ഒരു യാത്രയയപ്പും പിന്നെ ഒരു സ്വീകരണവും എന്തൊക്കെയായിരുന്നു ഹജ്ജിന്റെ രൂപല്ലേ. സാധാരണക്കാരായ ഒരാള്, ചെറുപ്പക്കാരനായ ഒരാള് ഹജ്ജിന് പോവുക എന്ന് പറഞ്ഞാൽ അക്കാലത്ത് അത് അത്ഭുതമായിരുന്നു ആളുകൾക്കൊക്കെ. പക്ഷെ സത്യത്തില് എപ്പോഴാണ് ഒരു വ്യക്തി ഹജ്ജ് നിർവഹിക്കേണ്ടത്? തന്റെ ജീവിതത്തിലെ എല്ലാ ബാധ്യതയും കഴിഞ്ഞ് എല്ലാം തീർന്ന് ആരോഗ്യിക്കുന്ന ഒരു സമയത്ത് അല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹജ്ജ് നിർവഹിക്കാൻ നിബന്ധനകൾ ഒരാൾ പൂർണ്ണമായി എത്രയും പെട്ടെന്ന് അവനത് നിർവഹിക്കും. കാരണം പിന്നീടുള്ള എങ്ങനെ ദുരമാകുമോ, തളർന്നു പോകുമോ, സാമ്പത്തികമായി തകർന്നു പോകുമോ, അതൊന്നും പിന്നീട് പ്രവചിക്കാനാവുകയില്ല. അതുകൊണ്ട് സാധിക്കുന്ന സമയം ഏതാണോ ആ സമയത്തിന്റെ ആദ്യത്തിൽ തന്നെ അത് നിർവഹിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ഇന്നിപ്പോ നമുക്ക് ആരോഗ്യമുണ്ട്, പൈസയുണ്ട്, പാസ്പോർട്ടും കയ്യിലുണ്ട്, ചിലപ്പോ ശ്രമിച്ചാൽ കിട്ടും. പക്ഷേ നമുക്ക് തോന്നുകയാണ് ഇക്കൊല്ലം ശരിയല്ല, ചൂടൊക്കെയാണ്, ഒരു 4 കൊല്ലം കഴിയട്ടെ അപ്പൊ തണുപ്പാവും എന്ന് വിചാരിച്ച് കാത്തിരുന്നാലേ ഒരു നേരിയ അപകടം, ഒരു സ്ട്രോക്ക്, ഒരു രോഗം, എത്ര പെട്ടെന്ന മനുഷ്യന്റെ അവസ്ഥകളൊക്കെ മാറുന്നതില്ലേ. വെറുതെ ഒന്ന് കാർക്കിച്ച് തുപ്പുമ്പോ ആ തുപ്പലിൽ ഒരു ചെറിയ ചോരയുടെ ചുവപ്പിന്റെ പടർച്ച, ഒരു പേടി, ഒന്ന് സംസാരിച്ച് ഒരു ഡോക്ടറെ കണ്ട് ഒന്ന് പരിശോധന കഴിച്ച് 4ാമത്തെ ദിവസം MVRലോ തലശ്ശേരിയിലോ RCCയിലേക്കൊക്കെ നമ്മളെ നിശ്ചയിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ അജണ്ടകളും പെട്ടെന്ന് തകർന്നു പോവുക. അതുകൊണ്ട് ഒരാൾക്ക് സാമ്പത്തികമായ ശേഷി ഇപ്പെന്ന് പറഞ്ഞാല് ഒരു ഹജ്ജിന് പോകാൻ നമ്മുടെ യൂറോപ്പിൽ തന്നെ വിവിധങ്ങളായ വിഭാഗങ്ങളിൽ 5 ലക്ഷം മുതൽ 7 ലക്ഷം വരെയാണ് സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. 5 ലക്ഷം ഉറുപ്പ്യക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ 5 ലക്ഷം കൊണ്ട് നാട്ടിൽ എന്താ നടക്കുക? ഒരു 5 സെന്റ് ഭൂമി വാങ്ങാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു കാര്യം നടക്കുമോ? ഒരു ചെറിയ വാഹനം വാങ്ങാൻ പറ്റുമോ? അത്ര ലക്ഷങ്ങളൊക്കെ ഒരു ഒച്ചയായി മാറിയ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. സഹോദരിമാരൊക്കെ കയ്യിലും കഴുത്തിലും കാതിലുമൊക്കെ ഇട്ട് നടക്കുന്ന സ്വർണ്ണാഭരണത്തിന്റെ ഒരു ചെറിയ ഭാഗമുണ്ടെങ്കിൽ നമുക്കിന്ന് മനോഹരമായി ഹജ്ജ് നിർവഹിച്ച് മടങ്ങിപ്പോരാൻ സോരുന്ന രൂപത്തിൽ സ്വർണത്തിന്റെ വിലയൊക്കെ പിന്നെ ഇനി നമ്മളെ തടസ്സങ്ങളായി വരികയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്, നമുക്ക് കാത്തിരിക്കാം. അതാണല്ലോ നമ്മുടെ വിധി. അള്ളാഹു തആല ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോ അതിൽ 6ാമത്തേത് പഠിപ്പിച്ചത്
ഖൈറും ഷെറും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്നതും അല്ലാത്തതുമായ കാര്യങ്ങൾ, ഇത് രണ്ടും അള്ളാന്റെ തീരുമാനം. അതിലൊരു ഖൈറുണ്ടാവും. അതാണ് വിശ്വാസിയുടെ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുക, ചെയ്യേണ്ടതൊക്കെ അതത് സമയത്ത് ചെയ്ത് നമ്മുടെ പേയ്മെന്റുകളൊക്കെ അതത് സമയത്ത് കൊടുത്ത് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വീകരിച്ച് സ്ഥിരമായി ചികിത്സ തേടുന്ന ആളുകളാണെങ്കിൽ ഡോക്ടർമാരെയൊക്കെ കണ്ട് ഒരു മാസം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരുന്നതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി ജോലിയിലൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവരുടെ ലീവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നേരത്തെ തന്നെ ക്രമീകരിച്ച് നമ്മൾ ഒരുങ്ങി നിൽക്കുക. ഇസ്ലാമിലൊരു പ്രത്യേകതയുണ്ട്. ഒരു കാര്യം നമ്മൾ നമ്മുടെ ഒരുക്കങ്ങളും നിയ്യത്തുകളും ഒക്കെ പൂർത്തീകരിച്ചാൽ ഇനി അള്ളാഹുവിന്റെ വിധിയിൽ നമുക്കത് ചെയ്യാൻ കഴിയാതെ വന്നാൽ പോലും ആ കർമ്മം ചെയ്ത കൂലി അള്ളാഹു നമുക്ക് തരും. നമ്മുടെ നിയ്യത്തിന്, നമ്മുടെ ഉദ്ദേശത്തിന്, നമ്മുടെ ഒരുക്കത്തിന് അള്ളാഹു നമുക്ക് കൂലി തരും എന്ന് പഠിപ്പിച്ച സന്തോഷത്തിന്റെ മതമാണ് നമ്മുടെ മതം. അതുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും ക്രമത്തിൽ, ഇതിപ്പോ സമയം ഏകദേശം നമുക്കൊരു സെപ്റ്റംബർ മാസം തീരുന്നേ ഉള്ളൂ. ഒക്ടോബർ ഉണ്ട്, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിലൊക്കെയാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്നത്. അത്രയും സമയങ്ങളുണ്ട്. 5-6 മാസത്തിന്റെ, ഒരുപക്ഷെ ഞാനൊക്കെ ഹജ്ജിന് പോകാൻ തുടങ്ങിയിട്ട് 2001 ഞാൻ വിശുദ്ധമായ മക്ക ആദ്യമായി കാണുന്നത് എന്റെ പ്രവാസ ജീവിതത്തിന്റെ ഭാഗമായി. അന്ന് സൗദി അറേബ്യയിലെ മദീന പ്രവിശ്യയിലെ യംബു അസിനാഇയ എന്ന സ്ഥലത്ത് മക്തബു ദഅവ എന്ന ഇസ്ലാമിക ഓഫീസിൽ ഒരു പ്രബോധകനായിട്ടാണ് ഞാൻ ചേരുന്നത്. ഞാൻ ചെല്ലുന്ന ആ വർഷം മുതലേ ആ ഓഫീസിലേക്ക് വരുന്ന ആളുകൾ, പുതു മുസ്ലിം, അവിടുത്തെ ദരിദ്രരായ മുസ്ലിങ്ങൾ, അവരെയൊക്കെ ഒരു വാഹനങ്ങളിൽ സംഭരിച്ച് മക്കയിലെ ഉംറ നിർവഹിക്കാൻ, അവരുടെ ഹജ്ജ് കർമ്മത്തിൽ എടുക്കാനൊക്കെ അങ്ങനെ 2017 മുതലാണ് കുടുംബത്തിന്റെ കൂടെ ഈ യാത്രയിൽ ചേരുന്നത്. അപ്പോഴൊന്നും വേണ്ടി ഇത്ര മാസങ്ങൾ, കഴിഞ്ഞ വർഷമൊക്കെ പെട്ടെന്നായതുകൊണ്ട് തന്നെ 10 ദിവസത്തിൽ താഴെയാണ് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പഠിക്കാനും സമയം കിട്ടിയത്. ഇത് വലിയ അനുഗ്രഹമാണ്. പരസ്പരം കാണാനും പരിചയപ്പെടാനും കാര്യങ്ങളൊക്കെ സംശയ നിവൃത്തി വരുത്താനും ഒക്കെ എമ്പാടും സമയം അല്ലാഹു നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ ആരാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്? മുസ്ലിമായ, വിവേകമുള്ള, ആരോഗ്യമുള്ള, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ നിയമപരമായും സാമ്പത്തികമായും ആരോഗ്യപരമായും കഴിവുള്ള ഒരാൾ. ഈ സൗകര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാതെ ആ കർമ്മം നിർവഹിക്കണം. മാറ്റിവെച്ചാൽ പിന്നീട് നമ്മുടെ ജീവിതം ഏത് ദിശയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഒരു വ്യക്തിക്ക് ചെയ്യാനുള്ള അവസരമുണ്ടായി, പക്ഷെ അപ്പോൾ അത് നിർവഹിച്ചില്ല. പിന്നീട് ചെയ്യിച്ചു, പക്ഷേ പിന്നീട് അയാൾക്ക് അവസരങ്ങൾ ഒത്തുകിട്ടിയില്ല. ആരോഗ്യപരമായി രോഗിയാവുകയോ തടസ്സങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അവസരമുള്ള സമയത്ത് അത് നിർവഹിക്കാത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവസരമാകും എന്നാണ് ഈ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ആഗ്രഹിച്ച് അതിന് ശ്രമിക്കുക. മറ്റൊന്ന്, പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, വിദേശത്തുള്ള മക്കളൊക്കെ മക്കളുടെ ഹജ്ജിലേക്ക് മാറ്റിവെക്കും. വൃദ്ധരായ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരിൽ ഒരാൾ ഈ അവശതയുമായിട്ട് ഹജ്ജ് നിർവഹിക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, അവരങ്ങനെ ഹോട്ടലിന്റെ മുമ്പിൽ ദയനീയമായി കാത്തു നിൽക്കും. എന്താ, വീൽ ചെയർ വേണം, അത് ഉണ്ടി ആ അറമിലെത്തി ഒരാള് വേണം. മക്കൾ പറഞ്ഞിരുന്നു, അപ്പ ബേജാറാമ്മ, ഞങ്ങളങ്ങനെ മക്കത്തേക്ക്
അതൊരു വെറും കാരണം ഹജ്ജിന്റെ സമയമായാൽ എന്നാൽ അതിനുവേണ്ടി ആൾക്കല്ലാതെ ഒരാൾക്ക് പോലും മക്കയിലേക്ക് പറ്റാത്ത വിധം സുരക്ഷാ ക്രമങ്ങൾ വളരെ കർശനമാണ്. ഒരു മക്കൾക്കും ഹജ്ജിന്റെ അനുമതി ഇല്ലാതെ അവർക്ക് സൗദി അറേബ്യയിൽ മക്കയുടെ അതിർത്തിയിലേക്ക് കടക്കാൻ പറ്റൂല. അതിന് ശ്രമിച്ചാൽ അവർ ഭീകരമായ പിഴയും പിന്നീട് ഒരിക്കൽ സൗദി അറേബ്യയിലേക്ക് കടക്കാൻ പറ്റാത്ത വിധം നാട് കടത്തപ്പെടുകയും ചെയ്യുക എന്നതാണ് സൗദി ഗവൺമെന്റ് അതിന് നിശ്ചയിച്ച പിഴ. അതുകൊണ്ട് മക്കളോ കുടുംബക്കാരൊക്കെ ഉണ്ടാവുന്ന ആരും വിചാരിക്കണ്ട. അവനവൻ ഒറ്റക്ക് ഒരു ഗ്രൂപ്പിലാകുമ്പോ, പ്രത്യേകിച്ച് ഗുഡ് ഹോപ്പ് പോലെയുള്ള ഒരു ഗ്രൂപ്പിലാകുമ്പോ ആ ആളുകൾക്കുള്ള സഹായങ്ങളൊക്കെ ആ ഗ്രൂപ്പിന്റെ കീഴിൽ നിന്ന് നിർവഹിച്ചു കൊടുക്കാറുണ്ട്. കസേരകളാണെങ്കിൽ, വീൽ ചെയർ ആണെങ്കിൽ അത് തള്ളാൻ നിശ്ചിത തുക കൊടുത്താൽ മക്കയിൽ നമുക്ക് ആളുകളെ കിട്ടാൻ സാധ്യതയുണ്ട്. അത്തരം ആളുകളെ സംഘടിപ്പിച്ച് ഇവരുടെ സഹായത്തിന് വേണ്ടി എത്തിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നല്ല ആരോഗ്യമുള്ള സമയത്ത്, അവനവൻ ഒറ്റക്ക് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് ഓടിപ്പാനിക്കുന്ന ഒരു ഹജ്ജും മറ്റുള്ളവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തുനിന്ന് അവരുടെ ഔദാര്യം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഹജ്ജും വലിയ വ്യത്യാസമുണ്ട്. അത് രണ്ടും അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് തന്നെ മറ്റുള്ളവരില്ലെങ്കിലും എനിക്ക് ഒറ്റക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള സമയത്ത്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹറമും മക്കയും മക്കയുടെ പരിസരത്തുള്ള അറഫ, മിന, മുസ്ദലിഫ ഈ 3 ചെറു പ്രദേശങ്ങളും ചേർന്നതാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ. ഇതൊന്നും ദൂരെയല്ല. മക്കയിൽ നിന്ന് അറഫയാണ് ഏറ്റവും ദൂരെ. ആ അറഫയിലേക്ക് ഏകദേശം ഒരു 20 കിലോമീറ്ററിന്റെ റോഡ് ദൂരമാണ് ഹജ്ജിന്റെ സമയത്ത് ഉണ്ടാവുക. മിനയാണ് അടുത്ത പ്രദേശം. മിനയും മക്കയും തമ്മിൽ ഒരു 5 കിലോമീറ്ററിന്റെ അകലമാണുള്ളത്. പക്ഷേ ഹജ്ജിന്റെ സമയത്ത് ചിലപ്പോ ഈ പ്രദേശങ്ങളിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വാഹനങ്ങൾ കിട്ടിയില്ല എന്ന് വന്നേക്കാം. തിരക്കും ട്രാഫിക് വലിയ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് പലപ്പോഴും വാഹനങ്ങളൊക്കെ തടയപ്പെടുമ്പോ ചിലപ്പോൾ നമ്മൾ നടക്കേണ്ടി വരും. ആ നടക്കുന്ന സമയത്ത് നടക്കാനുള്ള മാർഗം, കഴിവ് നമുക്കുണ്ടാവണം. അപ്പോഴേ ആ ഹജ്ജിന്റെ കർമ്മങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അപൂർവമായിട്ട് നടത്തം വരാറുള്ളൂ. നമുക്ക് ഈ കർമ്മങ്ങൾ, യാത്രകളിലേക്ക് ബസ്സുകൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹജ്ജിന് വേണ്ടി അപേക്ഷിക്കുമ്പോഴേ നമുക്ക് വേണ്ട ബസ്സിന്റെ ചാർജ് അതിന്റെ കൂടെ അടക്കും. ചില സമയത്ത് ട്രെയിനാണ്. കഴിഞ്ഞ വർഷമൊക്കെ മശായിറുകളിൽ അഥവാ മിന, മുസ്ദലിഫ, അറഫ ആ യാത്രകൾക്ക് ട്രെയിൻ സൗകര്യമായിരുന്നു നമുക്ക് അനുവദിച്ചത്. അപ്പോൾ ആ ട്രെയിനിന്റെ ടിക്കറ്റിന്റെ പൈസ നമ്മൾ നേരത്തെ അടക്കേണ്ടതുണ്ട്, അതിന്റെ പെർമിഷൻ വാങ്ങേണ്ടതുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരാൾക്ക് ഹജ്ജിന് മക്കയിൽ എത്താൻ പറ്റൂ. പക്ഷെ ഒക്കെയാണെങ്കിലും ചില സമയത്ത് തിരക്കുകളും മനുഷ്യൻ കാഴ്ചപ്പെടാത്ത ക്രമീകരണത്തിന്റെ തടസ്സങ്ങൾ, ഒരു മഴ, ഒരു വിക്കടിച്ചാൽ അതൊക്കെ അപ്പോഴൊക്കെ ഈ ക്രമീകരണം പിടിച്ചു നിൽക്കുന്ന സമയമാവുന്നത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിത് പറയുമ്പോ ചിലപ്പോ ചില പ്രയാസങ്ങളൊക്കെ ഉള്ള വാർദ്ധക്യത്തിന്റെയോ രോഗത്തിന്റെയോ ഒക്കെ ചെറിയ അവശതകളുള്ള ചിലർക്ക് പേടി തോന്നാം. പേടിക്കണ്ട, ഒരു പേടിയും വേണ്ട. നമ്മൾ വീട്ടിലെ വിവാഹത്തിന് നമ്മളെ ക്ഷണിച്ചാൽ എത്ര ധൈര്യത്തിലും ആത്മവിശ്വാസത്തിലുമാണ് നമ്മൾ ആ വീട്ടിലേക്ക് പോവുക. കുഴപ്പമില്ലേ, മന്ദിന്റെ കാര്യമൊക്കെ ഉണ്ടാ. മക്കയിലേക്ക് നമ്മൾ അല്ലോ നമ്മൾ സൗദി അറേബ്യയില് വിമാനമിറങ്ങിയാൽ മക്കയിലേക്കുള്ള യാത്ര റോഡിന്റെ ഇരുവശങ്ങളിലും ഭീമാകാരമായ ബോർഡുകൾ കാണാം. സൗദി അറേബ്യയിലെ ഭരണാധികാരികളുടെ ചിരിക്കുന്ന മുഖത്ത് മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അതിഥികളെ റഹ്മാൻ വിശേഷിപ്പിച്ചത്. റഹ്മാൻ പറഞ്ഞ അല്ലല്ലേ പരമകാരുണ്യകൻ.
പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ അതിഥികളെ, അടിമകളെ അല്ല, അതിഥികളെ, നിങ്ങൾ സേവനം ചെയ്യുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. സഹായിക്കുക എന്നത് ഞങ്ങളുടെ ഒരു വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഏത് നിലക്കും ഞങ്ങളുടെ സഹായമുണ്ടാകും എന്ന് വലിയ ബോർഡുകൾ അതിഥികളാണ്. ആ മക്കയിലെത്തുന്ന ശ്രേഷ്ഠരായ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോണേ, നാട്ടിലേക്കാണ് നമ്മൾ പോണേ, പോണേ. നമ്മുടെ ശരീരത്തിലെ ബലഹീനതകളും വൈകല്യങ്ങളും കുറവുകളുമൊക്കെ ആ പടച്ച റബ്ബ് പരിഹരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടില് ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് നടക്കാൻ പറ്റാ കിതച്ചു നീങ്ങുന്ന മനുഷ്യന്മാര്, പ്രഷറും ഷുഗറും ഒക്കെ ആയിട്ട് അവസ്ഥ അനുഭവിക്കുന്ന ആളുകള്, അവരൊക്കെ മക്കത്തെത്തുമ്പോ അവർക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ഉന്മേഷമുണ്ട്. അവരുടെ ജീവിതത്തിന്റെ വല്ലാത്തൊരു മാറ്റം. ഞാൻ നേരത്ത് ഈ ആളുകളൊക്കെ കൈപിടിച്ച് കണ്ണീരോടുകൂടി പറയാറുണ്ട്, ഒരിക്കലും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ട് ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നാളെ പള്ളിക്കൊക്കെ നടക്കുമ്പോത്തിന് ശ്വാസം മുട്ടി ഇരുന്നു പോകാൻ ഞാന് ഒരു പ്രയാസം ഇതൊക്കെ പാടെ നിർവഹിച്ചില്ലേ. അതെ, പക്ഷേ കാരുണ്യം ഭയങ്കരാട്ടോ. ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അള്ളാഹു നമ്മളെ വിളിച്ചത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിലെ ഇപ്രകാരം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആരാ ഇബ്രാഹിം നബി? അറിങ്ങൾ ലോകത്തിലെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ എന്ന് മാത്രമല്ല, ഖലീൽ എന്ന് പറയുന്ന ഉറ്റമിത്രം, അടുത്ത സുഹൃത്ത് എന്നാണ്. ഈ ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യന്മാർ, ഇന്ന് ജീവിക്കുന്ന 800 കോടി, ഇതുവരെ ജീവിച്ച കോടികൾ, ഇനി ജീവിക്കാനിരിക്കുന്ന കോടികൾ, ആ കോടികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ ഖലീലായി തിരഞ്ഞെടുത്തു. കാരണം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ആദർശ ജീവിതം, അതിന്റെ വ്യക്തത, അതിന്റെ തെളിമ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത്, വഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്. വഅദ്ദിൻ, അദ്ദന എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു എന്നർത്ഥം. അദ്ദന അല്ലെ, അദാൻ, ബാങ്ക്, വിളിച്ചു പറയുന്ന അള്ളാന്റെ കൽപ്പനയാണ്. വഅദ്ദിൻ, നീ വിളിച്ചു പറയ് ഇബ്രാഹിമെ, നീ ഉറക്ക വിളിക്ക്. ആരെ? ഫിന്നാസ്, ജനങ്ങളെ നീ ഉറക്ക വിളിക്ക്. എന്തിന്? ബിൽ ഹജ്ജ്, ഹജ്ജിന്. വിജനമാണ് മക്ക, വളരെ കുറച്ച് ആളുകൾ, ഒരുപാട് ആളുകളില്ല, വളരെ കുറച്ച് വീടുകൾ മാത്രമേ മക്കത്തുള്ളൂ. ഒരുപക്ഷെ വിരലിലെണ്ണാവുന്ന വീടുകൾ. ആ വീട്ടിലുള്ള തുച്ഛം ആളുകൾ. അവിടെ നിന്നാണ് ലോകത്തിന്റെ കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് മനുഷ്യവാസമുണ്ടോ അവിടെ ഒക്കെയുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി ആ മരുഭൂമിയുടെ മക്കയിൽ പോയ ആൾക്കാർക്കറിയാം, വലിയ കുന്നുകൾക്കിടയിൽ വളരെ ഇടുങ്ങിയ ഒരു ചെറിയ പ്രദേശം, അതാണ് കഅബ ഇരിക്കുന്ന പ്രദേശം. ഇന്ന് മലകളൊക്കെ നിരത്തി പാറകളൊക്കെ പൊട്ടിച്ച് അത് വിപുലമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ച് വിപുലായിട്ടുള്ളൂ, ഒരു ചെറിയ പ്രദേശ. അതിന്റെ ഉള്ളുന്ന അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞേ, വിളിച്ചു പറ ഇബ്രാഹിമെ ഉറക്കെ ലോകരോട്. അപ്പൊ ഇബ്രാഹിം നബി സ്വാഭാവികമായും സംശയമുണ്ട്, ഈ ഇടുങ്ങിയ ഭാഗത്തുനിന്ന് വിളിച്ചിട്ട് ആര് കേൾക്കാൻ? അപ്പൊ അള്ള പറഞ്ഞു, നീ വിളിക്ക്, കേൾപ്പിക്കുന്നവൻ ഞാനാണ്, നീ വിളിച്ചാ മതി. ഇബ്രാഹിം നബി വിളിച്ചു. അപ്പൊ അള്ള പറയണേ, വാദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിക്ക്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നീ വിളിക്കുന്ന ഈ സ്ഥലത്ത് അവർ വരും.
അള്ളാന്റെ വാക്കാ. അന്ന് ജനിച്ചിട്ടില്ലാത്തവരാ നമ്മളൊക്കെ, ആ വിളി കേട്ടിട്ടില്ലാത്ത നമ്മളൊക്കെ. ആ നമ്മൾ പോകാൻ നിൽക്കുക, അതാ അള്ളാന്റെ വാക്ക്. യഅ്തൂക, അവർ വരും. എങ്ങനെ വരും? അലാ കുല്ലി ളാമിരി, യഅ്തൂക അലാ കുല്ലി ളാമിരി യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്. ല യഅ്തൂക റിജാലൻ, യഅ്തൂക റിജാലൻ, നടന്ന് കാൽനടയായി അവർ വരും. വിമാനത്തിൽ വരുന്നല്ല, മുതലാളിമാര് മാത്രം വരുന്നല്ല. യഅ്തൂക റിജാലൻ, നടന്ന് ദൂര പ്രദേശങ്ങളിൽ നിന്ന് നടന്നു വരും അവർ. നടന്നു മാത്രല്ല, വഅലാ കുല്ലി ളാമിരി, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത്. സമ്പന്നരായിട്ടല്ല, ദരിദ്രരാണെങ്കിലും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് അവർ വരും. മിൻ കുല്ലി ഫജ്ജിൻ അമീക്, ഇടുങ്ങിയ ഇടുങ്ങിയ മലമ്പാതകളിലൂടെ, ചുരങ്ങളിലൂടെ, ദുർഘടമായ വഴികളിലൂടെ അവരിവിടെ വരും. നീ വിളിക്ക്, വരും അവർ. ഇബ്രാഹിം നബി വിളിച്ചു. 3500 കൊല്ലങ്ങൾക്ക് മുമ്പ് വിജനമായ മക്കയിൽ നിന്ന് വിളിച്ചു. ആ വിളി ഇന്ന് നമ്മുടെ ഹൃദയം കേട്ടു. നമ്മൾ പോവാണ്, പോകാനുള്ള ഒരുക്കത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ സംസാരം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എത്ര മണിയായിട്ടുണ്ട്? നിസ്കരിക്കേണ്ടതുണ്ട്, മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് ഹജ്ജുമായി, നമുക്ക് ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കും. ഇങ്ങനെ ഇനിയും പല ദിവസങ്ങളിൽ നമ്മൾ ഒത്തുകൂടും. സമയങ്ങളും മറ്റു കാര്യങ്ങളും മുമ്പേ അറിയിക്കും. ഗുഡ് ഹോപ്പിൽ മാത്രമല്ല, മറ്റു ഗ്രൂപ്പുകൾക്ക് കീഴിലോ ഗവൺമെന്റ് ഗ്രൂപ്പുകൾക്ക് കീഴിലോ ഹജ്ജിന് പോകുന്ന ആളുകൾക്കും ഈ ഗ്രൂപ്പിലേക്ക് പ്രവേശനം ഉണ്ടാകും. ഇൻഷാ അള്ളാ സാധിക്കുന്ന ഒരു സമയത്ത്, ഇപ്പൊ ഒട്ടുമിക്ക ആളുകളും വിദേശത്തും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെയാണ്. നാട്ടിലുള്ള ആൾക്കെങ്കിലും ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഇടങ്ങളിൽ ഇൻഷാ അള്ളാ കൂടുതൽ ആളുകൾ ഏതു പ്രദേശത്ത് നിന്നാണോ, ഏതു ഭാഗത്ത് നിന്നാണോ, ആ ഭാഗത്ത് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് കൂടി വീണ്ടും കാണാം. ക്ലാസ്സുകൾ ഇൻഷാ അള്ളാ സൗകര്യം പോലെ ഈ രൂപത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ കർമ്മങ്ങളും, എന്താണ് ഇഹ്റാം, ഇഹ്റാമിന്റെ മുമ്പ് എന്തൊക്കെ ശ്രമിക്കണം, നാട്ടിൽ നിന്ന് എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ വേണം, ഒക്കെ നമ്മൾ പഠിക്കും കൃത്യമായിട്ട് ഇൻഷാ അള്ളാ. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലോ അല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങളിലോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അത് ചോദിക്കാം. ഇനി അല്ല, വ്യക്തിപരമായി അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ പ്രൈവറ്റ് ആയിട്ട്, പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഞാൻ നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾ എന്നെ കൊണ്ടാവുന്നത് ആ രൂപത്തിലും, ഇനി സങ്കീർണമായ കാര്യങ്ങളാണെങ്കിൽ പണ്ഡിതന്മാരെ സമീപിച്ച് ആ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി അതും നിങ്ങൾക്ക് പറഞ്ഞുതരും. യാത്രയുമായോ സാമ്പത്തികമായ കാര്യങ്ങളിലോ ഇതുമായി ബന്ധപ്പെട്ടതുമായ ഉള്ള സംശയങ്ങൾ ഗുഡ് ഹോപ്പുമായി ബന്ധപ്പെട്ടാൽ ഏത് സമയത്തും നിങ്ങൾക്കതിന്റെ ശരിയായ പരിഹാരം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരിക്കലും നിങ്ങൾ അരക്ഷിതരാവുകയോ ഒറ്റപ്പെടുകയോ ഇല്ല. ഇതിൽ ചേർന്നത് മുതൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് വരെ, നിർവഹിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഈ ഗ്രൂപ്പ് അവശേഷിക്കും. നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മുടെ ഹജ്ജ് കർമ്മം, ഏറ്റവും നല്ല ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനുള്ള നമ്മുടെ ഒരുക്കങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. പ്രശ്നങ്ങളില്ലാതെ അവിടെ എത്താനും കാര്യങ്ങൾ നിർവഹിക്കാനും അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. മുസ്ലിം ലോകവും അതിലെ കാര്യങ്ങളുമൊക്കെ എപ്പോഴും സമാധാനപൂർണമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഞാൻ അബ്ദുൽ ഖാലിഖാണ്. ഗുഡ് ഹോപ്പുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത്തരം വെർച്വൽ മീറ്റുകൾ ഇനിയും മുന്നോട്ടുണ്ടാവും. കാരണം നമ്മൾ പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പോകുന്നതിൻ്റെ വളരെ അടുത്ത സമയങ്ങളിൽ മാത്രം ഒരു ഫിസിക്കൽ കൂടിച്ചേരലുകൾ നടക്കലുള്ളൂ.
ഈ പ്രാവശ്യം നമ്മൾ അതിനു വേണ്ടിയിട്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായിക്കൊണ്ടാണ് ഇതുപോലെയുള്ള കൂടിച്ചേരുകൾ ഓൺലൈൻ വഴി നടത്തി നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കഷൻ നടത്തുക എന്നുള്ളത് തീരുമാനമെടുത്തത്. ഇൻഷാ അല്ലാഹ് മാനസികമായിട്ടൊക്കെ തയ്യാറായി നിൽക്കുന്ന ആളുകളെ നിങ്ങൾ ഈ കാര്യത്തിൽ ഞാൻ നാട്ടിലില്ല, ഡൽഹിയിൽ നിന്നാണ് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും അടുത്ത മീറ്റിങ്ങുകളൊക്കെ കുറച്ചുകൂടിയൊക്കെ സജീവമാക്കി നമുക്ക് നടത്താം എന്നും കൂടി അറിയിച്ചുകൊണ്ട് ഇനി ആർക്കെങ്കിലും വല്ല അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അതും അതിനുള്ള അവസരങ്ങളുണ്ട്. സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പെട്ടെന്ന് ചോദിക്കാം. ബാക്കി നമുക്ക് ഗ്രൂപ്പിലൂടെ ഈ കാര്യങ്ങൾ ലൈവാക്കി നിർത്തുകയും ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.